ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് എണീറ്റു. യുവി നമ്മുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷമുള്ള ഒരു ദിവസം ഇന്നൊന്ന് ഡോക്യുമെന്റ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് രാവിലെ എണീറ്റ ഉടനെ ഈ ഒരു ക്യാമറ എടുത്ത് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പൊ ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരാളെ കണ്ടോട്ടോ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. രാവിലെ എണീറ്റ ഉടനെ യുവി ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ചിരിയും കളിയൊക്കെയാണ് കുറേ നേരം. ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരാളെ കണ്ട് തുടങ്ങുകൊണ്ട് ദിവസം എനിക്കും കുറച്ചിപ്പോൾ എനർജറ്റിക് ആണ് കേട്ടോ. രാവിലെ ഏകദേശം ഒരു 7:30-8:30ക്കുള്ളിലാണ് ഞാൻ യുവി എണീക്കുന്നത്. വിഷ്ണു അതിന് മുന്നേ എണീക്കും കേട്ടോ. രാവിലെ എണീറ്റ് ഫീഡ് ചെയ്ത് ഡയപ്പർ ചേഞ്ച് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വിഷ്ണു കുറച്ച് നേരം യുവിനെ ഏറ്റെടുക്കും. ആ സമയത്താണ് ഞാൻ എൻ്റെ രാവിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നത്. എനിക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ ബ്രസ്റ്റ് മിൽക്ക് കുറച്ച് കുറവായിരുന്നു എന്ന് കഴിഞ്ഞൊരു വ്ളോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിനുശേഷം നമ്മൾ ഒരുപാട് മെത്തേഡ്സ് ട്രൈ ചെയ്തു, ഒരുപാട് ഫുഡ് കഴിച്ചു, ഒരുപാട് എക്സ്പേർട്സും കാര്യങ്ങളും പറഞ്ഞ ഒരുപാട് സജഷൻസും അഡ്വൈസസും എല്ലാം നമ്മൾ ട്രൈ ചെയ്തു. ചെറിയ ചേഞ്ച് ബ്രസ്റ്റ് മിൽക്കിൽ വന്നിട്ടുണ്ട്, എന്നാൽ ഒരു മേജർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഈ പറഞ്ഞതുപോലെ ഓരോ ബോഡി ഓരോ രീതിയിലായിരിക്കും. പക്ഷേ യുവിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നുള്ളത് ഞാനും വിഷ്ണുവും കൂടെ എടുത്തൊരു തീരുമാനമായിരുന്നു. അതിൻ്റെ ഒപ്പം നമുക്ക് രണ്ടുപേർക്കും ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ഈച്ച് ടൈം അവന് വിശക്കുമ്പോൾ, അതായത് 3 മണിക്കൂറിലാണല്ലോ നമ്മൾ അവനെ ഫീഡ് ചെയ്യുന്നത്, ആ സമയത്ത് എല്ലാ തവണയും ഞാൻ ആദ്യം അവനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ അവന് ഫോർമുല കൊടുക്കുന്നത്. ഇത് പാല് കൊടുത്തിട്ട് നമ്മൾ ഗ്യാസ് കളയുന്ന ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പഠിപ്പിച്ചെന്ന ഒരു രീതിയാണ് കേട്ടോ. അത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് അവൻ ബേപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ബ്രസ്റ്റ് ഫീഡിങ്. അവനിപ്പോൾ വലിയ കുട്ടിയായില്ലേ, അതുകൊണ്ട് തന്നെ മുന്നത്തെ പോലെയല്ല, കുറച്ചും കൂടെ കൂടുതൽ പാലവൻ കുടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തവണയും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അവൻ്റെ മുഴുവൻ വിശപ്പ് മാറുന്ന അത്ര പാലവന് കിട്ടുന്നത് പോലെ എനിക്ക് തോന്നാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിന് ശേഷം കുറച്ച് ഫോർമുല അവന് കൊടുക്കുന്നത്. അപ്പോൾ അവൻ്റെ വിശപ്പ് അനുസരിച്ച് അവൻ എത്രയാണോ ആവശ്യം അത്ര അവൻ കുടിക്കും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും 1 വയസ്സ് വരെ അവന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു 8 to 9 ടൈംസ് അവനെക്കൊണ്ട് നമ്മൾ ലാച്ച് ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ ബാക്കി അവൻ്റെ വിശപ്പ് മാറുക, അവൻ്റെ ഗ്രോത്ത് ഗുഡായിട്ട് പോകുക എന്നുള്ളതൊക്കെയാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കാര്യം. അല്ലെങ്കിൽ ഞാനത് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. കുറച്ച് പേര് മെസ്സേജ് ചെയ്ത് ചോദിച്ചതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു തുടങ്ങിയ ഭാഗത്ത് തന്നെ ഇത് പറഞ്ഞത്. ഇപ്പം നമ്മൾ 5 പേരും ഈ ഒരു പുതിയ ലൈഫ് സ്റ്റൈലിനോട് നല്ലോണം അഡാപ്റ്റ് ആയിരിക്കുന്നു. അതായത് ഞാനും വിഷ്ണുവും യുവിയും അമ്മയും അച്ഛനും. രാത്രി സമയം കംപ്ലീറ്റ് ഞാനും വിഷ്ണുവാണ് യുവിയുടെ കാര്യങ്ങൾ നോക്കാറ്. അതുകൊണ്ട് തന്നെ രാത്രിത്തെ റുട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെറ്റായിട്ടുണ്ട്. പക്ഷേ രാവിലെ അമ്മ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഒരു 3 ആഴ്ചയിൽ അവർ പോവുകയാണ്. അപ്പോൾ ഇനി ഒന്നും കൂടെ രാവിലത്തെ കാര്യങ്ങൾ ഞാനും വിഷ്ണു ഒറ്റയ്ക്ക് ഡീൽ ചെയ്യുന്ന രീതിയിൽ പഠിച്ചു തുടങ്ങണം. ഈ ഒരു പില്ലോ കണ്ടോ, ഇത് നമ്മുടെ പ്രഗ്നൻസി പില്ലോ ആണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ പ്രഗ്നൻസിയിൽ വാങ്ങിയ ഒരു അടിപൊളി കാര്യമാണ് ഈ ഒരു പ്രഗ്നൻസി പില്ലോ എന്ന്. ഇതേ പില്ലോ ഞാനിപ്പോൾ യുവിക്ക് ഉറങ്ങുമ്പോൾ സപ്പോർട്ടിന് വേണ്ടി വെക്കാറുണ്ട് 2 സൈഡിലും. അപ്പോൾ ഡെലിവറിക്ക് ശേഷം നമ്മൾ ആ പില്ലോ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡെലിവറിക്ക് ശേഷമുള്ള ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇത്. 2-3 തവണ ചെയ്യണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുമ്പോഴും എങ്ങനെയാണ് ഞാൻ യുവീനെയും വെച്ചുകൊണ്ട് എല്ലാം ഷൂട്ട് ചെയ്യുക എന്നുള്ള ഒരു ചെറിയ ബോധറേഷൻ അല്ലെങ്കിൽ ഒരു കൺസേൺ എനിക്കുണ്ടായിരുന്നു. കാരണം അവൻ അധികം എൻ്റെ കയ്യിലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ക്യാമറ കൊണ്ട് വെക്കുക, സെറ്റ് ചെയ്യുക, എടുക്കുക എന്നുള്ളതൊക്കെ എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊരു വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചെറിയ പ്ലാനിങ്ങിനൊക്കെ ശേഷമാണ് ഇന്ന് നമ്മൾ ആദ്യമായി യുവീനെയും വെച്ചുകൊണ്ട് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് കേട്ടോ. ലൈഫിൽ നമുക്ക് കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് നല്ല കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ ബിസി ആയിട്ടുമുണ്ട്. പക്ഷെ എന്നാലും മുന്നത്തെ വ്ളോഗ്സിലൊക്കെ ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ ഡെയിലി ഒരു 5 മിനിറ്റ് ഞാൻ രാവിലെ ഈ ഒരു സ്കിൻ കെയർ പരിപാടിക്ക് വേണ്ടി എനിക്ക് ഞാൻ എത്ര തിരക്കാണെങ്കിലും മാറ്റി വെക്കാറുണ്ട് കേട്ടോ. ഒരു ദിവസം 5 മിനിറ്റെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കണ്ടേ. മുടിയൊക്കെ നല്ലോണം ചീകി വൃത്തിയാക്കി ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് ഫീലാണ്. മുന്നേ ഞാൻ വീട്ടിൻ്റെ അകത്തോട്ട് കുറേ ചെടി വാങ്ങിക്കായിരുന്നെങ്കിലും എല്ലാം ഞാൻ വെള്ളമൊഴിക്കാതെയൊക്കെ അത് നശിച്ചു പോകുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അത് ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ എല്ലാം വെച്ചിട്ടാണെങ്കിലും എല്ലാ ചെടിക്കും കൃത്യസമയത്ത് വെള്ളം ഒഴിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ അച്ഛൻ നന്നായിട്ട് വീട്ടിൻ്റെ അകത്തെ ചെടികളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രശ്നം പറ്റിയിട്ടില്ല. ഇനി ഒരു പണിയും കൂടെ ബാക്കിയുണ്ട്. നമ്മുടെ ഡയപ്പർ ബിൻ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ക്ലിയർ ചെയ്യണം. ഈ ഒരു ഡയപ്പർ ബിൻ ഉണ്ടല്ലോ, ഞാൻ വളരെയധികം ആലോചിച്ച് ഗവേഷിച്ച് വാങ്ങിച്ചതായിരുന്നു കേട്ടോ പ്രഗ്നൻസി ടൈമിൽ. 2 കാര്യം കേട്ടോ ഞാൻ മെയിൻലി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്ന്, മാക്സിമം ഡയപ്പേഴ്സ് കൊള്ളുന്നൊരു ബിന്നായിരിക്കണം. 2, നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഡയപ്പറിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റം കൂടെ വേണം.
അപ്പോൾ ഇത് കണ്ടോ, ഇതിൽ 60 ഡയപ്പേഴ്സ് പോകട്ടോ. പിന്നെ അതേപോലെ തന്നെ ഡയപ്പർ ഇട്ടതിന് ശേഷം ആ ഒരു ഭാഗം നമുക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാനായിട്ടും പറ്റും. അമ്മ ഇതിനെ ഡയപ്പർ മാല എന്നൊക്കെ വിളിക്കും. പക്ഷെ എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു വാങ്ങിച്ചാലേ. അതും ആഴ്ചയിൽ ഒരു തവണയെ ക്ലിയർ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ, ഇത്രയധികം ഡയപ്പേഴ്സ് കൊള്ളുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ടി പ്രത്യേക ഗാർബേജ് ബാഗ് ഉണ്ട്. എല്ലാ ബാഗ്സും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഗാർബേജ് ബാഗ് വരുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വാങ്ങിക്കണം. ടോമി ടിപ്പി ട്വിസ്റ്റ് ആൻഡ് ക്ലിക്ക് ഡയപ്പർ ബിൻ, അതാട്ടോ ഇതിൻ്റെ പേര്. ഞാൻ സൈഡിൽ ഇമേജ് കൊടുക്കാം, ഒപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ഉപയോഗമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. 1-2 ആൾക്കാർ ലിങ്ക് ചോദിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിലോ എന്ന് വിചാരിച്ച് ഇവിടെ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. എനിക്കിപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ട തോന്നുന്നു. നല്ല വിശപ്പാണ്. എല്ലാ ദിവസവും രാത്രി 12 മണിയായി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അതിൻ്റെ ബൗളാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ. യുവിക്ക് ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് പനിച്ചിട്ടുണ്ടായിരുന്നേ. എക്സ്പെക്ട് ചെയ്ത പനി തന്നെയായിരുന്നു. കാരണം ഇന്നലെ വാക്സിനേഷൻ ഉണ്ടായിരുന്നു. രാത്രി നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ 39 ഡിഗ്രി വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ടെമ്പറേച്ചർ. വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അധികം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണല്ലോ പനി. പിന്നെ എപ്പോഴും പനിക്കുന്നത് ഒരു നല്ല സിംറ്റമായിട്ടാണ് പറയുക. കാരണം ബോഡി ആ ഒരു ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു സൈനാണെന്നും പറയും. അപ്പോൾ ഇന്നലെ ആദ്യമായിട്ട് ഇവന് പാരസെറ്റമോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പനി വരികയാണെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കണമെന്നും ബോഡി ടെമ്പറേച്ചർ അധികം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന 6 ആഴ്ചയിൽ 2 വാക്സിനും കൂടെ യുവിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നാട്ടിലോട്ട് വരുന്നത്. നമ്മൾ വിചാരിച്ചതിനേക്കാളും നേരത്തെ ഇവൻ്റെ പാസ്പോർട്ട് കിട്ടി. പക്ഷെ നമ്മളിപ്പോൾ എന്തായാലും ഇവൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞിട്ടാണ് ട്രാവൽ ചെയ്യുന്നുള്ളൂ. ഇതൊന്നും നമ്മൾ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാൻ പാടാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് അവനൊന്ന് സെറ്റായതിന് ശേഷമാണ് നമ്മളിനി നാട്ടിലോട്ട് ട്രാവൽ ചെയ്യുന്നത്. ഇതാണ് കേട്ടോ യുവിയുടെ പാരസെറ്റമോൾ. 60 mg ആണ്. ഇത് പാരസെറ്റമോൾ Z-പില്ലാണ്, അതായത് സപ്പോസിറ്ററി നമ്മൾ എയ്നസ് വഴി വെക്കുന്നത്. ഇതാകുമ്പോൾ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി എളുപ്പമാണ്. പിന്നെ അതേപോലെ ഡ്രോപ്സിൻ്റെ ഓപ്ഷനും ഉണ്ട് തോന്നുന്നു. പക്ഷെ നമുക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് Z-പില്ലായിരുന്നു. യുവി ഉണ്ടായതിന് ശേഷം അമ്മമ്മയും വല്യച്ഛനും ഡെയിലി വിളിക്കും കേട്ടോ. അത് ഒരു തവണയൊന്നുമല്ല, ചിലപ്പോൾ 1-2 തവണയൊക്കെ വിളിക്കും. അമ്മമ്മയ്ക്ക് പൊതുവേ ഫോണിലൂടെ സംസാരിക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ്. വിളിച്ചു കഴിഞ്ഞാലും കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞാൽ പെട്ടെന്ന് ഫോൺ വെക്കും. പക്ഷെ ഇപ്പോൾ കുറേ നേരം ഇവനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം. എപ്പോഴാണ് വരുന്നത്, യുവീനെ എടുക്കാൻ കൊതിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളും എത്രയും പെട്ടെന്ന് ഇവൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നോക്കുന്നത്. ഇനി കഷ്ടി ഒരു 3 ആഴ്ച ഇല്ല, 2 ആഴ്ചയും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയും അച്ഛനും പോവുക കേട്ടോ. എത്ര പെട്ടെന്ന് ഈ ദിവസം പോകുന്നതല്ലേ. ഇവർ വന്നതും ഡെലിവറി കഴിഞ്ഞതും ഒക്കെ എനിക്ക് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ തന്നെ അതെ, യുവിക്ക് ഏകദേശം ഒരു 2-2.25 മാസമായി. അമ്മയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ലഞ്ചിനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. അമ്മ രാവിലെ ഈ ഒരു 1-1.5 മണിക്കൂർ കുക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഡെയിലി കുക്കിംഗ് പരിപാടിയില്ല. സ്കൂളിൽ പോകുന്ന സമയത്തേ ഉള്ളൊരു പ്രാക്ടീസാണ്. അതുതന്നെയാണ് അമ്മ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുകയായിരുന്നു അമ്മയും അച്ഛനും പോയി കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ നേരത്തെ എണീറ്റ് ഒരു 6 മണി 6:30 എണീക്കുകയാണെങ്കിൽ ഒരു 8-9 മണിയാകുമ്പോഴേക്ക് നമ്മുടെ കുക്കിംഗ് ഫുൾ തീരൂല ആ ഒരു ദിവസത്തെ. ഈ ഒരു പുതിയ ലൈഫ് സ്റ്റൈലിലും ഈ ഒരു ബിസി സ്കെഡ്യൂളിലും ഒക്കെ എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഹാബിറ്റ് ആയിരിക്കും കേട്ടോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്ത് നോക്കി വെക്കണം. പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റിന് ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കുറച്ച് അവക്കാഡോയും എഗ്ഗും ഒക്കെ കഴിക്കാൻ ഭയങ്കര കൊതി. എനിക്ക് ഇങ്ങനത്തെ ഭക്ഷണവും ഞാൻ ഈക്വലി എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫുഡ് ഈസ് എ ഹാബിറ്റ് എന്ന് പറയില്ലേ എപ്പോഴും നമ്മൾ. കഴിക്കുന്തോറും തുടക്കത്തിൽ നമുക്ക് സ്ട്രെയിഞ്ച് ആയി തോന്നിയ പല ടേസ്റ്റും ഇഷ്ടപ്പെടുന്നു പറയുമല്ലോ, അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടേസ്റ്റാണ് ഇതൊക്കെ. ഇടയ്ക്ക് ഇതൊക്കെ കഴിക്കാൻ വേണ്ടി നല്ലോണം തോന്നാറുണ്ട്. ഞാൻ കഴിച്ചു വന്നപ്പോക്ക് അമ്മയുടെ ഇന്നത്തെ കുക്കിംഗ് മുഴുവൻ തീർന്നിട്ടുണ്ടായിരുന്നേ. ചെമ്മീൻ കറിയും ചോറും ഉപ്പേരിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്കും രാത്രിയൊക്കെ എടുത്ത് കഴിച്ചാൽ മതി. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര തണുപ്പൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ എന്നാലും ചെറിയ തണുപ്പൊക്കെ ആയിട്ട് ഒരു കോശി വെതർ എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഗരാജിൽ പോകേണ്ട സാധനങ്ങളാണ് ഈ ഒരു കേട്ടൻ്റെ ബാക്കിലിരിക്കുന്നത്. മടി കാരണം ഒന്നും ഗരാജ് വരെ എത്തിയിട്ടില്ല. എല്ലാം ഈ ഒരു കേട്ടൻ്റെ ബാക്കിൽ വെച്ചിരിക്കുകയായിരുന്നു. വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇതൊരു സ്ഥിരം കാര്യമാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഈ ഡോറ് വരെ പെട്ടെന്ന് എത്തും. ഡോറിന്ന് ഗരാജിലോട്ട് നല്ല സമയം എടുത്ത് എത്തുള്ളൂ. കാരണം പുറത്തിറങ്ങാൻ മടിയായിരിക്കുമല്ലോ. മിണ്ടാതെ ഉരിയാടാതെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി കുറച്ച് സംസാരിക്കട്ടെ. നമ്മൾ ഗരാജ് ക്ലീൻ ചെയ്തു കേട്ടോ. അതൊരു വലിയൊരു ക്ലീനിങ് ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കുത്തി മറിച്ചിട്ടിരിക്കുകയായിരുന്നു. വിഷ്ണുവിനും പങ്കുണ്ട്, എനിക്കും പങ്കുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ വിഷ്ണു ആയിരുന്നു ഒഫീഷ്യലി മാനേജർ ഈ ഒരു ഗരാജിൻ്റെ. പക്ഷേ ലോ പെർഫോമൻസ് കാരണം കഴിഞ്ഞ വെച്ച് ഡിസ്മിസ് ചെയ്തു. അങ്ങനെ രാജിക്കത്ത് ഇത്രയധികം സന്തോഷത്തോടു കൂടെ ഏറ്റുവാങ്ങിയ വേറൊരു എംപ്ലോയി ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഞാൻ ഏറ്റെടുത്തു ഒരു പൊസിഷൻ. ഞാനും അച്ഛനും വിഷ്ണുവും കൂടെ ഗരാജ് ഫുൾ ക്ലീൻ ചെയ്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൊണ്ട് കളഞ്ഞ് എല്ലാം ഇങ്ങനെ ക്രിസ്മസിൻ്റെ ഐറ്റംസ്, ഓട്ടം, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ജാക്കറ്റ്സ്, ഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗരാജിൻ്റെ അകത്ത്. ഞാൻ കാണിച്ചു തരാം.
ഇതാണ് നമ്മുടെ ഗരാജിന്റെ കവാടം. ഈ ഗരാജ് ആക്ച്വലി നമ്മൾ വൃത്തിക്ക് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് സ്ഥലം വീട്ടിൻ്റെ അകത്തുണ്ടായിരിക്കും. കാരണം ഇത് അത്യാവശ്യം നല്ലൊരു സ്പേസ് ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഓവർ വർത്തമാനം പറയാതെ ഞാൻ കാണിച്ചിട്ടോ. എല്ലാം നമ്മൾ നല്ല വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ 2 ഇലക്ട്രിക് ബൈക്ക് ഇരിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ബാക്കിൽ നമ്മുടെ പെട്ടി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ തൊട്ട് ഇതുവരെ ഏകദേശം ഒരു 8-10 ബോക്സ് ഉണ്ട്. അതിൽ ക്രിസ്മസിൻ്റെ ഐറ്റം, അതേപോലെ തന്നെ പാർട്ടി ഐറ്റംസ്, പിന്നെ എന്തെങ്കിലുമൊക്കെ പാർട്ടിയുടെ കോസ്റ്റ്യൂംസ് ഉണ്ടെങ്കിൽ അത്. ആ മുകളിലിരിക്കുന്ന ആക്ഷൻ എഴുതിയ കവറ് ബാർബിക്യൂവിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അതെനിക്ക് ഒരു ബോക്സ് വാങ്ങി അതിൻ്റെ അകത്തേക്ക് മാറ്റി വെക്കണം. അങ്ങനെ എല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഓരോ സാധനങ്ങളും എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നേരെ വരിക ഈ ബോക്സസിൻ്റെ അകത്തോട്ട് വെക്കുക. അങ്ങനെ ഒരു വലിയ ക്ലീനിങ് ആയിരുന്നു. ഏകദേശം ഒരു ദിവസം എടുത്തോട്ടോ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ എടുത്തു വെച്ചതാണ് എക്സ്ട്രാ. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ നമ്മുടെ ചട്ടികളെല്ലാം ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ക്രിസ്മസ് ട്രീ ഇതേ അവിടെ ഇരിക്കണു. മുകളിൽ നമ്മുടെ കുറച്ച് മരം വെട്ടേണ്ട സംഗതികളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതും കുറച്ച് ബോക്സസ് ആണ്. അങ്ങനെ അത്യാവശ്യം നല്ല വൃത്തിക്ക് എടുത്തു വെച്ചു. താങ്ക് യു അച്ഛൻ. അച്ഛനാണ് അതിന് ലീഡ് റോൾ എടുത്തത്. ബോക്സസിലൊക്കെ പുറത്ത് നമുക്ക് ഇനി സ്റ്റിക്കറും കൂടെ ഒട്ടിക്കണം കേട്ടോ. അതായത് ഇതിപ്പോൾ പാർട്ടി ഐറ്റംസ് ആണ്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ പുറത്ത് പാർട്ടി ഐറ്റംസ്, പിന്നെ താഴെ ഡെക്കറേഷനാണ്, പിന്നെ കിച്ചണിൽ കുറച്ച് പാത്രങ്ങളുണ്ട്, പിന്നെ എന്താ പറയുക ഇത് ക്രിസ്മസിൻ്റെ ഐറ്റംസ് ആണ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെ പുറത്ത് നമുക്ക് സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിക്കണം. എനിക്ക് എല്ലാ സാധനങ്ങളും ഒതുക്കി വെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിലും ഒപ്പം എനിക്ക് നല്ലോണം പരത്തുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. ചില ആൾക്കാരുണ്ടാവില്ലേ എല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ച് ഒട്ടും പരത്താതെ ഉപയോഗിക്കുന്ന ആൾക്കാർ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എല്ലാം അങ്ങോട്ട് പരത്തിയിട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ഒതുക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു സമയം പോകുന്നത് പരത്താനും ബാക്കി ഒതുക്കാനും വേണ്ടിയിട്ടാണ്. എനിക്ക് പൊതുവേ സാധനങ്ങൾ പരന്ന് കിടക്കുന്നത് കാണാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഗ്നോർ ചെയ്യാനായിട്ട് പറ്റും. പരന്ന് കിടക്കുന്ന ഭാഗത്തോട്ട് ഞാൻ നോക്കുകയില്ല. ആ ഒരു മോഡ് എനിക്ക് നല്ലോണം ഓൺ ചെയ്യാനായിട്ട് പറ്റും. പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടേ ഇങ്ങനത്തെ ഓരോ കണ്ടെയ്നേഴ്സ് ആയിട്ടുള്ളത്. ഇങ്ങനത്തെ ഒന്ന് നമുക്ക് കിച്ചൺ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് റെസ്റ്റഫോളും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, ഒന്ന് പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്, അങ്ങനെ വേറെ വേറെ കണ്ടെയ്നേഴ്സ് 3 ഉള്ളത്. അപ്പോൾ ഓരോ ദിവസം ഇവിടെ വേസ്റ്റ് എടുക്കുന്ന സ്ഥലത്തു നിന്ന് ഏത് വേസ്റ്റ് എടുക്കാനാണോ വരുന്നതെന്നുള്ളത് നമുക്ക് ആപ്പിൽ കാണാം. അതനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ വേസ്റ്റിൻ്റെ ഈ ഒരു കണ്ടെയ്നർ നമ്മൾ പുറത്തു കൊണ്ടുവയ്ക്കാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ കിച്ചൺ വേസ്റ്റ് കണ്ടെയ്നർ പുറത്തു കൊണ്ടുവച്ചപ്പോൾ ഏതൊരാളത് അടിച്ചു മാറ്റി കൊണ്ടുപോയി. തിരിച്ചത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ നമ്മുടെ കണ്ടെയ്നർ ഇല്ല. ഇത്രയൊക്കെ ഗതിയിട്ടത് ആരാണെന്നാവോ. എന്നിട്ട് നമ്മൾ പുതിയത് ഓർഡർ ചെയ്യുക ചെയ്ത്. അത് പുതിയതാണ്. ഇലകളൊക്കെ കളർ മാറി തുടങ്ങി. ഇനി ഇത് മുഴുവൻ കൊഴിഞ്ഞ് നിലത്തെത്തും. ഈ ഒരു മരം നമ്മൾ വെട്ടണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെ നടന്നിട്ടില്ല. മരം വെട്ടാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ ടൈൽസ് മൊത്തം പൊങ്ങുന്നുണ്ട്. ഗരാജിൻ്റെ അകത്തോട്ടും അതിൻ്റെ വേര് വന്ന് അവിടെയും ചെറിയ ഫ്ലോറിന് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയായിരുന്നു ഈ മരം മുറിച്ചില്ലെങ്കിൽ നമുക്കത് ഭാവിയിൽ വലിയ പണിയായിരിക്കുന്നു. ഇവിടെ ആക്ച്വലി ഒരു മരം കൂടെ ഉണ്ടായിരുന്നു. മരമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു പ്രശ്നം കാരണം തന്നെ തോന്നുന്നു നമ്മുടെ മുന്നത്തെ ഓണേഴ്സ് അത് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്ന് മുറിക്കുന്നതിനെ പറ്റി ചിന്തിക്കണം. അങ്ങനെ വെച്ച് വന്നപ്പോഴേക്ക് നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വൃത്തിയായി കിച്ചണില്. രാത്രി ഞാനാണ് ഉണ്ടാക്കുന്നതെന്നാണ് അമ്മ പറയുന്നത്. അമ്മയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഒന്ന് ഞാൻ ഉണ്ടാക്കാം. ചിക്കൻ ഗ്രില്ല് ഉണ്ടാക്കാം. എനിക്ക് പക്ഷെ ഇപ്പോൾ ചിക്കൻ കഴിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു വെജിറ്റേറിയനിലോട്ടുള്ളൊരു യാത്രയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിക്കൻ കഴിക്കാൻ പറ്റാതെ പ്രശ്നമുണ്ട് കേട്ടോ. എഗ്ഗും കുഴപ്പമില്ല, ഫിഷ് എനിക്ക് നിർത്താൻ പറ്റില്ല. എന്ത് ചെയ്യും മമ്മി? പക്ഷെ എനിക്ക് പ്രോൺസ് ഒന്നും കഴിക്കാനില്ല. ഇന്ന് ഉച്ചയ്ക്ക് പ്രോൺസിന്റെ കറിയാണ്. ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എനിക്ക്. ചിലപ്പോൾ തോന്നായിരിക്കും. അങ്ങനെ അവസാനം നമ്മുടെ കയ്യിൽ ആ ഒരു കൊറിയർ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് ഓണത്തിന് വേണ്ടി നമ്മളൊരു ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, എനിക്കും വിഷ്ണുവിനും യുവിക്കും വേണ്ടിയിട്ട്. അവിടുന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് എത്താൻ വേണ്ടി കുറച്ച് ഡിലേ ആയി. സ്പീഡ് പോസ്റ്റിനെ ചെയ്തിട്ടുണ്ടായിരുന്നത് 2-3 ഡേയ്സിലൊക്കെ എത്തുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എത്തിയില്ല. അങ്ങനെ ഇന്നലെയാണ് എനിക്ക് ഈ ഒരു ഡ്രസ്സ് കയ്യിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ തവണ ഓണത്തിന് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ SM സ്ട്രീറ്റിൽ നക്ഷത്ര എന്ന് പറയുന്ന ഒരു ബുട്ടീക്കിൽ കൊടുത്തിട്ട് നമ്മളൊരു ബ്ലൗസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല താമരയുടെ ഷേപ്പ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഡിസൈൻ ഒക്കെ കൊടുത്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഇത്തവണയും അവരുടെ അടുത്ത് തന്നെ ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കൊല്ലം താമര ചെയ്യിപ്പിച്ചപ്പോൾ ഇക്കൊല്ലം നമ്മൾ തുമ്പി ചെയ്യിപ്പിക്കാന്നൊക്കെ വിചാരിച്ച് 3 പേർക്കും ഒരേപോലത്തെ ഡ്രസ്സൊക്കെയാണ് ചെയ്തത്. പക്ഷെ എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് തുറക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫോണിൽ ഒരുപാട് സംസാരിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നമുക്ക് തുറന്നു നോക്കാം.
അമ്മ ഡ്രസ്സിന്റെ മണടിച്ച് വന്നതാണ്. അമ്മയ്ക്ക് ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ എന്നെ പോലെ തന്നെ വളരെയധികം താല്പര്യമാണ്. അപ്പൊ ഡ്രസ്സ് പൊട്ടിക്ക് ഈ വീട്ടിൽ എവിടെയോ ഡ്രസ്സ് പൊട്ടിച്ചോന്ന് ചോദിച്ചു വന്നതാണ്. കമോൺ, ഇതാണ് നമ്മുടെ നല്ല ഭംഗിയില്ലേ കളറ്. പക്ഷെ യോഗ ഉണ്ടായില്ലേ അമ്മണി. ഏതെന്തൊരു സെറ്റ്. ഓ വിഷ്ണുവിന്റെ മുണ്ട് ഫോട്ടോഷൂട്ട് എടുത്തോ. നല്ല ഭംഗിയില്ലേ ബ്ലൗസ്. നോക്കിയപ്പോ ഫുൾ ഹാൻഡ് വർക്ക് ആണ്. ഇത് നല്ല വലിപ്പുണ്ടല്ലോ. ഇത് കൊണ്ട് ചുരുക്കേണ്ടിയിരുന്നൊക്കെ ഒന്ന് ഇത് ലെങ്തിലടിച്ചാവും. മെഷർമെന്റ് എടുത്തിട്ടല്ല. മെഷർമെന്റ് എടുത്തായിരുന്നു. ഇത് പാകം എനിക്കിപ്പോ ഞാൻ മുന്നത്തേക്കാളും കുറച്ച് അടിച്ചിക്കണം. കണ്ട ഒരു തടി തോന്നില്ല എന്നേ ഉള്ളൂ. നോക്കിയപ്പോ വിഷ്ണുവിന്റെ ജുബ്ബ നിർത്തി വലിയ ഭംഗിയില്ലേ. പക്ഷെ ഇത് കാണണ്ടേ. ഇത് ഇടുമ്പോഴേ മുമ്പ് അയൺ ചെയ്യണം കേട്ടോ. നമ്മൾ ചെയ്യിപ്പിച്ച തുമ്പി പച്ച കണ്ണും നീല ചിറകുള്ള തുമ്പി നല്ല രസമുണ്ട്. ഇത് നമ്മൾ കുറേ ആലോചിച്ച് ഏത് കോമ്പിനേഷൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ചെയ്യിപ്പിച്ചാണേ. ഇതാണ് വിഷ്ണുവിൻ്റെ കുർത്ത. അതിന് മാച്ചിങ് ആയിട്ട് യുവിക്കും ഇതേ ഒരു കുട്ടി കുർത്തിയും പിന്നെ ഇങ്ങനെ ഒരു ധോത്തി പാൻസ് പോലെ അവർ ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് കുറച്ച് സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ. കാരണം ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം അവരൊരു എക്സ്ട്രാ ഒരു മുണ്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ബ്ലൗസ് വരുന്നത്. അതിലും ആകെ മൊത്തം ഇങ്ങനെ തുമ്പിയായിട്ട് പിന്നെ ഈ ഒരു കളറിൽ വരുന്ന ഒരു ബോർഡർ നമ്മൾ സാരിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇടാത്തതിൽ എനിക്കൊരു കുറ്റബോധം. ഏതെങ്കിലും ഒരു തവണ ഒരു ഫോട്ടോഷൂട്ടോ എന്തെങ്കിലും ചെയ്യായിരുന്നു പറ്റുകയാണെന്നുണ്ടെങ്കിൽ. ഇത് കാണാം മറ്റേ യുവിയുടെ തന്നെ മുണ്ട് കണ്ടോ. ഒന്നും കൂടെ വെളിച്ചത്തിൽ കാണിച്ചു തരാട്ടോ. ഇതാണ് നമ്മുടെ തുമ്പി. ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. തുമ്പിയോണാവേണ്ടതായിരുന്നു, പക്ഷെ ആവാൻ പറ്റിയില്ല. തുമ്പിയോണല്ല, ഓണത്തുമ്പി. ഓണത്തിന് തുമ്പി വരുമല്ലോ. ഇതൊന്ന് ഇട്ട് നോക്കിയാലേ ബ്ലൗസ് പാകാണോ. ഓണത്തിന് തുമ്പി വരുമോ? ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് അങ്ങനെ ആലോചിക്കായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയാണ സമയത്ത് വട്ടംകുളത്ത് തുമ്പീനെ പിടിച്ച് അതിന്റെ വാലിൽ ഞാൻ കയറ് കെട്ടിയിട്ട് പിടിക്കുമായിരുന്നു. എന്നിട്ട് ആ കയറ് ഊരി വിടാതെയാണ്, ആ ഊരാൻ പറ്റില്ല, എന്നിട്ട് തുമ്പീനെ അങ്ങനെ പറത്തി വിടും. അതൊരു ജീവനിലുള്ളൂ. എനിക്ക് കഴിഞ്ഞ ദിവസം ആലോചിച്ചിട്ട് ഭയങ്കര വിഷമം തോന്നിയിരുന്നു. ഭയങ്കര കുറ്റബോധം, ഒരു ക്രൂരമായ മെന്റാലിറ്റി ആയിരുന്നു അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. കളിച്ചിരുന്നു. അങ്ങനെ ആരോ പഠിപ്പിച്ചു. പിന്നെ അത് കയറ് തുമ്പീനെ കെട്ടിച്ച് ഞാനും രോഹിത്തും കൂടെ കളി കളിച്ചിരുന്നു. വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇപ്പൊക്കെ ആലോചിക്കുമ്പോൾ തോന്നി. ചെറിയ കുട്ടിയാകുമ്പോട്ടോ എനിക്ക് തോന്നുന്നു ഒരു 6-7 വയസ്സുള്ള സമയത്ത് ഭയങ്കര മോശമായിട്ടുള്ള പ്രവൃത്തിയായിരുന്നു എൻ്റെ ഭാഗത്തുനിന്നത്. ബ്ലൗസ് പെർഫെക്റ്റ് ആണ് കേട്ടോ. പക്ഷേ ഈ സാരിയുടെയും ഈ ബ്ലൗസിൻ്റെയും കളർ തമ്മിൽ ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഇപ്പം എനിക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, നാട്ടിൽ പോകുന്ന സമയത്ത് ഈ ഒരു ബോർഡറിൽ വരുന്ന ഒരു പ്ലെയിൻ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിക്കും. കുറച്ച് കൈയൊക്കെ വരുന്ന രീതിയിൽ അത് രസമുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു തുമ്പിയിൽ വരുന്ന ഈ ഒരു കളർ ബ്ലൂ ഇല്ലേ, ആ ബ്ലൂവിൻ്റെ ഒരു സാരി ഒരു ഷിഫോണിലോ എന്തെങ്കിലും വരുന്ന ഒരു മെറ്റീരിയൽ എടുത്തിട്ട് വർക്ക് ചെയ്യിച്ചാൽ കൂടുതൽ രസം ഉണ്ടായിരിക്കും ഇപ്പം എനിക്ക്. കാരണം ഈ ഒരു ബ്ലൗസിന്റെ കളറും സാരിയുടെ കളറും തമ്മിൽ ചെറിയൊരു മിസ്മാച്ച് ഉണ്ട്. അപ്പൊ അതിനേക്കാളും ഭംഗി ഈ ഒരു മാറ്റം വരുത്തിയാൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള സാരിയാണ്. പക്ഷെ ഈ ഒരു ബ്ലൂ കുറച്ചൊരു രസമുള്ള ഒരു ബ്ലൂ ആയിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലൂക്ക് വരുന്ന ഒരു ബ്ലൗസ് നമുക്ക് അത്യാവശ്യം സ്ലീവ് ഒക്കെ വെച്ച് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ രസം ഉണ്ടായിരിക്കുന്ന ഒരു തോന്നൽ. അപ്പൊ ആ ഒരു മാറ്റം നമുക്ക് വരുത്താം. ആഹാ, എനിക്കില്ല അടുത്ത പണിയായിട്ട് എത്തിയല്ലോ. ഇത് മുഴുവൻ മടക്കി തീരണം. ഇനി ഒരു 4-5 ദിവസത്തെ ഡ്രസ്സാണ്. കറക്റ്റ് ഒരു ദിവസത്തെ ഡ്രസ്സ് ഒരു ദിവസം മടക്കി വെച്ചുകൊണ്ടിരുന്നിരുന്നായിരുന്നു. നമ്മളെല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സും നമ്മളിവിടെ വാഷ് ചെയ്യാറ്. പക്ഷേ ഇതിപ്പോൾ ഒരു 4-5 ഉണ്ടാവില്ല, ഒരു 3-4 വാഷിന് ഡ്രസ്സ് മടക്കാനായിട്ടുണ്ട്. ഇപ്പം അങ്ങനെ മടക്കി വയ്ക്കുന്ന ഒരു കാര്യം എൻ്റെ റൊട്ടീനിൽ നിന്ന് അങ്ങോട്ട് പോയിരിക്കുന്നു. അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. യുവി താഴെ കിടന്ന് നല്ല ഉറക്കാണ് കേട്ടോ. ക്രിബില കിടക്കുന്നേ. നമ്മളിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ബേബി മോണിറ്റർ യൂസ് ചെയ്യാറുണ്ട്. അതായത് ബേബി ക്യാമറ നമ്മളിവിടെ വെക്കും, അതിന്റെ മോണിറ്റർ നമ്മൾ കയ്യിൽ വെക്കും. അപ്പോൾ ഉറക്കത്തിന്റെ ഇടയിൽ നിന്ന് ഉറങ്ങുമ്പോൾ മാത്രം കേട്ടോ, ഉണർന്ന് കിടക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്യാമറ ഇവിടെ വെക്കും, മോണിറ്റർ നമ്മുടെ കയ്യിൽ വെക്കുകയാണെങ്കിൽ ചെറിയ മൂവ്മെന്റ്സോ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുക, കരയുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ തന്നെ നമ്മൾ വന്ന് അറ്റൻഡ് ചെയ്യും. നമുക്ക് എപ്പോഴും അവൻ ഉറങ്ങുമ്പോൾ ഈ റൂമിൽ ഫുൾ ടൈം വെറുതെ ഇരിക്കാൻ നമുക്ക് പോസിബിൾ അല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ വേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാവും. അവനാണെങ്കിൽ കൃത്യസമയത്ത് ഇങ്ങനെ ഉറങ്ങി എണീറ്റ് പോകുന്ന ശീലമാണ്. ആദ്യത്തെ ഒരു 3 മാസമൊക്കെ പിള്ളേർ അധികം അങ്ങനെ ആയിരിക്കുമല്ലോ. 3 മണിക്കൂർ ഉറങ്ങും, എണീറ്റ് കഴിഞ്ഞ് പാല് കുടിക്കും, കുറച്ചേരൊക്കെ ഇങ്ങനെ നോക്കി കിടക്കുന്ന കാണാം, പിന്നെയും ഉറങ്ങും. അപ്പോൾ ഒരു റുട്ടീനിൽ തന്നെയാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രാത്രി അത്യാവശ്യം നല്ല ഉറക്കമുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പേരന്റിങ്ങിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ന്യൂ ബോൺസിനെ പറ്റിയിട്ടൊക്കെ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ വായിച്ച സമയത്ത് മനസ്സിലായ ഒരു കാര്യമായിരുന്നു, കുട്ടികൾക്ക് നമ്മൾ രാവിലെയും രാത്രിയും തമ്മിലുള്ള ഡിഫറൻസ് നേരത്തെ തന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ആക്ടിവിറ്റീസ് വേണമെന്ന്. അതിന് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്
ഇവനെയും കൊണ്ട് നമ്മൾ ചെറുതായിട്ട് നടക്കാൻ വേണ്ടി പോവുമായിരുന്നു. രാവിലെയും രാത്രിയും തമ്മിലുള്ള വെളിച്ചത്തിന്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ രാവിലെ അവൻ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സൈലന്റ് ആയിട്ട് നമ്മൾ വീട് വെക്കാറില്ല കേട്ടോ. രാവിലത്തെ സമയങ്ങളിൽ ഒരു വീട്ടിലുണ്ടാകുന്ന ശബ്ദങ്ങളൊക്കെ ഇല്ലേ, വാക്യൂം ചെയ്യുക, അല്ലെങ്കിൽ ചെറുതായിട്ട് മിക്സി ഓടുക, ആൾക്കാർ നടക്കുന്ന ശബ്ദം, വർത്താനം പറയുന്ന ശബ്ദം, അതൊന്നും നമ്മൾ സൈലന്റ് ആക്കിയിട്ട് വെക്കാറില്ല. അതിനോട് യൂസ്ഡ് ആയിട്ട് തന്നെയാണ് രാവിലെകളിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് എണീറ്റും കൊണ്ട് ശബ്ദം കേൾക്കുമ്പോൾ എണീക്കും, പിന്നെയും കിടക്കും, അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് പോവാറ്. ഇടയ്ക്ക് കരയും, അങ്ങനെയൊക്കെ. രാത്രി നമ്മൾ നല്ല സൈലന്റ് ആക്കിയിട്ട് വെക്കും. അപ്പോൾ രാത്രി ഒരു 8-8:30 ആവുമ്പോൾ ഇവന് ഉറക്കാൻ വേണ്ടി കിടത്തി കഴിഞ്ഞാൽ പിന്നെ നല്ല സൈലന്റ് ആക്കിയിട്ടാണ് നമ്മൾ വീട് വെക്കാറ്. അപ്പോൾ രാത്രിയായും പകലായും തിരിച്ചറിയണം പിള്ളേർക്ക് എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഫോളോ ചെയ്തിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണോ എന്ന് അറിയില്ല, അവൻ രാത്രി നല്ല സുഖമായിട്ട് തന്നെ കിടന്നുറങ്ങാറുണ്ട് കേട്ടോ. 3 മണിക്കൂർ ഗ്യാപ്പിൽ ഒന്നെങ്കിൽ വിശന്ന് അവൻ എണീക്കുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 3 മണിക്കൂറിൽ എല്ലാം വെച്ച് എണീറ്റ് കഴിഞ്ഞ് അവനെ ഫീഡ് ചെയ്യിക്കും. ഇന്നലെ നമുക്കിവിടെ GGDയിൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ എന്താ പറയാ, ഗ്രോത്ത് ചെക്ക് ചെയ്യുന്ന അപ്പോയിന്റ്മെന്റ് ആണ്. എല്ലാ 4 ആഴ്ചയിലും ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരിക്കും. പ്രോപ്പർ അല്ലേ ഇവരുടെ ഗ്രോത്ത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇവരുടെ ഫുൾ ഡ്രസ്സ് ഊരിയിട്ടാണ് ഇവരെ ചെക്ക് ചെയ്യുക. ഓരോരോ കൈയും കാലും മസിൽസും അവരുടെ പ്രൈവറ്റ് ഓർഗൻസും എല്ലാം ഗുഡായിട്ടല്ലേ ഗ്രോത്ത് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചെക്കപ്പ് വരുന്നത്. അപ്പൊ ഇന്നലെ അവന് വാക്സിനേഷനും ഉണ്ടായിരുന്നു, ഒപ്പം ഈ ഒരു ചെക്കപ്പും ഉണ്ടായിരുന്നു. ചെക്കപ്പിലെല്ലാം ഗുഡായിരുന്നു. ഒരു കാര്യം അവർ പറഞ്ഞത് ടമ്മി ടൈം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. വയറിൽ കിടത്തിയിട്ട് കൈ ഇങ്ങനെ വെച്ച് കഴുത്ത് പൊക്കാനുള്ള പ്രാക്ടീസ് അവനെ കൊണ്ട് കൂടുതൽ ചെയ്യിപ്പിക്കണം, എന്നാലേ ഈ മസിൽസ് സ്ട്രോങ് ആവുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് ചെയ്യിപ്പിക്കാറുണ്ട് ഞാൻ, പക്ഷെ എന്നാലും കുറച്ചു നേരം കൂടെ ചെയ്യിപ്പിക്കണം എന്നാണ് അവര് പറഞ്ഞത്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ അവൻ വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്ത് കുറച്ച് എനർജി റിസർവ് ആയിട്ട് അവരുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ കൃത്യം 3 മണിക്കൂർ എണീപ്പിച്ച് ഫീഡ് ചെയ്യണം എന്നില്ല, നമുക്കൊരു 5 മണിക്കൂർ വരെയൊക്കെ വെയിറ്റ് ചെയ്യാം. അതിന്റെ ഇടയിൽ അവൻ എണീക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എണീപ്പിച്ച് ഫീഡ് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. അപ്പൊ അതൊക്കെയാണ് ഇപ്പോ റീസെന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ അഡ്രസ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് അവനെ ആക്കിയിട്ട് ഒരു 4-5 മണിക്കൂർ ഞാൻ പുറത്തു പോകുന്ന ഒരു റീല്, ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മീ ടൈം അതിന്റെ ഇടയിൽ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വരുന്ന ഒരു റീലായിരുന്നു. അതിന്റെ താഴെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 2 കമന്റ് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. എനിക്കത് ഭയങ്കര, ആക്ച്വലി ആ കമന്റ് ഇവിടെ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇഗ്നോർ ചെയ്തുകൊണ്ടൊരു കമന്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഒക്കെ സ്വന്തമായിട്ടൊരു കുറച്ച് സമയം നമുക്ക് വേണ്ടി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കമന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കമന്റ് ഞാൻ ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ കമന്റ് 1 എന്ന് പറയുന്നത് വല്ലാത്തൊരു മനസ്സ് എന്നായിരുന്നു. കാരണം കുട്ടീനെ 4 മണിക്കൂർ വീട്ടിലാക്കി ഞാൻ പുറത്തു പോയല്ലോ. പിന്നെ 2ാമത്തെ കമന്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയായി കഴിഞ്ഞിട്ടും മീ ടൈം അന്വേഷിക്കുന്ന സെൽഫിഷ് തള്ള, ഇതായിരുന്നു 2ാമത്തെ കമന്റ്. നമുക്ക് ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഓരോ ആൾക്കാർക്കും ജീവിതത്തിൽ അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടായിരിക്കും. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഏത് റോളിലാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് ഹാപ്പി ആയിരുന്നാൽ മാത്രമാണ് ആ റോള് നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കുറേ കാലം എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഇവിടെ കാര്യം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഗ്രാജുവലി ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിലെ ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഡെവലപ്പ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അത് ഇൻ ടേൺ യുവിനെ തന്നെയാണ് എഫക്ട് ചെയ്യുക. ഞാൻ എത്ര ഹാപ്പി ആയിരിക്കുന്നു എന്നുള്ള അനുസരിച്ചായിരിക്കും എനിക്ക് എത്ര ഹാപ്പി ആയിട്ട് യുവിനെ വളർത്താൻ പറ്റുന്നു എന്നുള്ളതനുസരിച്ചിരിക്കുന്നത്. ഇപ്പൊ വിഷ്ണു. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു 4 മണിക്കൂർ കുട്ടീനെ വീട്ടിലാക്കി പോവുക എന്നുള്ളത് ഒരു ക്രൈം ആയിട്ട് കാര്യങ്ങളും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ ആക്ച്വലി ഒരു എന്താ പറയാ മൈൻഡ് സെറ്റപ്പിന്റെ ഒരു പ്രശ്നമായിട്ട് കണ്ടാൽ മതി. അല്ലാതെ അതൊരു നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു എന്താ പറയാ മോം ഗിൽട്ട് തോന്നേണ്ട സംഗതിയൊന്നുമല്ല. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള കുറച്ച് സമയം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റിഫ്രഷ്ഡ് ആവുള്ളൂ. ഇനി അങ്ങനെയല്ല, ഫുൾ ടൈം കുട്ടിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. അത് ഭയങ്കര അതിൽ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ, അതും ശരിയാണ്. അതിൽ അവർക്ക് അത്ര സന്തോഷം കണ്ടെത്തുന്നുണ്ട്, അവർക്ക് ഒട്ടും മാറി നിൽക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തുടർന്ന് ചെയ്യാം. അതല്ല, ചെറിയൊരു മാറ്റം വേണം തോന്നുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ എന്താ പറയാ, ഞാനൊരു 4 മണിക്കൂർ എൻ്റെ അമ്മയുടെ അടുത്ത് കുട്ടീനെ ആക്കി ഞാൻ പുറത്തു പോകുന്നത് ഏത് യൂണിവേഴ്സിലാണ് തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്നെക്കാളും നന്നായിട്ട് ചിലപ്പോ യുവിനെ നോക്കുന്നത് അമ്മയായിരിക്കാം. യുവി കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ്. ഇനിയിപ്പോൾ തുടർന്നു പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ യുവിനെ നമ്മൾ
നോക്കാൻ ഏൽപ്പിച്ചു പോവുള്ളൂ. യുവി എത്രത്തോളം കംഫർട്ടബിൾ ആണെന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ അപ്പൊ ഇതൊന്ന് കമന്റ് അഡ്രസ് ചെയ്തല്ല, ആരെങ്കിലും നമ്മളൊരു സ്വന്തം സമയം എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ഒരു വർത്താനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ. അവരുടെ വിവരക്കുറവായിട്ട് അത് കണ്ടാൽ മതി. പിന്നെ ഈ പറയുന്ന പോലെ 4 മണിക്കൂർ മാറി നിൽക്കുമ്പോൾ എങ്ങനെ ഫീഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് പമ്പ് ചെയ്തിട്ട് പാൽ ഇവിടെ വെച്ചിട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ ഫോർമുല ഫീഡ് നമുക്ക് പ്രിഫർ ചെയ്യാം. ഏതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ പിന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടീനെ ഒന്ന് ഏൽപ്പിച്ചു പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥലമില്ല എന്നുള്ളത്. അതൊരു റിയൽ പ്രശ്നം തന്നെയാണ്. നമുക്ക് വിശ്വാസത്തോടു കൂടി കുട്ടീനെ ഏൽപ്പിക്കാൻ പറ്റണം. അതേപോലെ തന്നെ കുട്ടീനെ നോക്കാൻ ഏറ്റെടുക്കുന്ന ആൾക്കാർക്ക് അതേ സന്തോഷം, കംഫർട്ട് ഫീലും വേണം, കുട്ടിക്കും കംഫർട്ട് ഫീൽ വേണം. അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുട്ടീനെ ഏൽപ്പിച്ചു പോകാൻ പറ്റുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാൽ കുറെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ വായ അടച്ചു വെച്ച് ഞാൻ തൽക്കാലം ഈ തുണിയൊന്ന് ഒരു 15-20 മിനിറ്റിലെങ്കിലും ഒന്ന് മടക്കി തീരുമെന്ന് നോക്കട്ടെ കേട്ടോ. അമ്മ പറയുമായിരുന്നു കേട്ടോ, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒട്ടും ഭക്ഷണം കഴിക്കില്ലായിരുന്നു. ഭക്ഷണം ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഭക്ഷണം മാത്രമല്ല, പാലും ഞാൻ കൃത്യസമയത്ത് കുടിക്കില്ല, നിർബന്ധിച്ച് കുടിപ്പിച്ചാലും കുടിക്കില്ല. പക്ഷെ എന്നിട്ട് ഞാൻ വിശന്ന് നല്ലോണം കരയും ചെയ്യുന്നു. അപ്പോൾ 2ാമത്തെ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് അമ്മ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു കുട്ടിയാവണേന്ന്. രോഹിത്ത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പം തന്നെ കുട്ടികളെ നോക്കാൻ നല്ല എളുപ്പമാണെന്ന് അമ്മ പറയൂ കേട്ടോ. ഓരോ പിള്ളേരെ വളർത്തുമ്പോൾ ഓരോ പേരൻസിനും ഓരോ രീതിയിലുള്ള ചാലഞ്ചസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസിനായിരിക്കും അവർ ഓരോ കാര്യം പറയുക. ഇപ്പം ഇവൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതുവരെ അങ്ങനെ പാല് കുടിക്കാത്തൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പകുതി പണി കുറഞ്ഞു എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. വിശക്കുന്നുണ്ടെങ്കിൽ അവൻ കരയും, ആ സമയത്ത് ഫീഡ് ചെയ്ത് അവന് വേണ്ടത്രവും കുടിക്കും, എന്നിട്ട് അവൻ നല്ല ശാന്തനായിരിക്കും. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ അവൻ ഉറങ്ങിയ ഗ്യാപ്പിൽ എൻ്റെ കുറച്ച് ജോലികളും 1-2 ചെറിയ മീറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ അങ്ങനെ ഭയങ്കര കഴിവുള്ള ഒരാളൊന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷേ ഇവൻ വന്നതിന് ശേഷം ഞാൻ മൾട്ടി ടാസ്കിംഗ് എന്നുള്ള കാര്യത്തിൽ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. രാവിലെ നീറ്റുടനെ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ച ഡ്രസ്സാണ്, മറന്നുപോയി. അപ്പോൾ അതൊന്ന് മാറ്റട്ടോ കേട്ടോ. നമുക്ക് ലഞ്ച് കഴിക്കാൻ പോയിട്ട് അമ്മയും അച്ഛനും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോയി കഴിക്കാം. നല്ല വിശപ്പുണ്ട്. രാവിലെ കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നല്ലോ, അത് നല്ല വിശപ്പുണ്ട്. ഇവൻ കിടന്നുറങ്ങുന്നത് കണ്ട് എനിക്കും കൂടെ ഒപ്പം കയറി കിടന്നുറങ്ങാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ മഴയൊക്കെ ആയിട്ട് നല്ല കൊശി വെതറാണ്. ഇന്ന് നമുക്ക് ലഞ്ചിന് ചോറ്, ചെമ്മീൻ മാങ്ങ കറി, അല്ലേ, ചെമ്മീൻ മാങ്ങ കറി, ബീൻസ് ഉപ്പേരി, പിന്നെ നല്ല അച്ഛൻ ചെത്തുമാങ്ങയ്ക്ക് വേണ്ടി മുറിച്ചതാണ്. അമ്മ അത് ജസ്റ്റ് മുളക് പൊടി ഉപ്പ് ഇട്ടു എന്നുള്ള കംപ്ലൈൻറ്റിനോട് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ മാങ്ങ, പിന്നെ ഒരു സ്പെഷ്യൽ സംഗതി ഉണ്ട് കേട്ടോ, കാണിക്കണം. ബാക്കി പിന്നെ ഉടക്കാൻ ഉള്ളി മുളക് ഉടച്ചത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. എനിക്കിങ്ങനെ ചിക്കൻ, മീൻ അങ്ങനത്തെ സാധനങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടം പൊട്ടറ്റോ ഫ്രൈ, അതേപോലെ തന്നെ ചേന വറുത്തത്, പിന്നെ ഉള്ളി മുളക് ഉടച്ചത്, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു സാധനം കൊണ്ട് ചീരയാണ് നമ്മൾ സ്റ്റാൻഡാക്കിയിട്ട് ബാക്കിൽ വെച്ചിട്ടുള്ള ചീരയുടെ പാത്രം. അപ്പോൾ ചീരക്കറിയും കൂടെ ഉണ്ട് നമ്മുടെ ലഞ്ചിലാണ്. കൂൺകറി മോരുകറി കൂൺകറിയോ? കൂണ് നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക്. നല്ല ചെമ്മീനാണോ? നല്ലതല്ലേ പുളി പകലയില് നല്ല അച്ഛൻ പുളി വാദിക്കാന്നൊക്കെ പറഞ്ഞില്ല. പുളിയൊക്കെ പാകാണ്. ചോറിന് പാകല്ലാന്ന് ഞാൻ വെച്ച ചോറ് വേവ് കൂടുതലായിരുന്നു. മീൻകറി പുളിയോ. ഇന്നത്തെ നമ്മുടെ ലഞ്ചിന്റെ സ്റ്റാർ ഈ ഒരു ഉള്ളി മുളക് ഉടച്ചതാണ്. ഇതിൽ ചെറിയ ഉള്ളി, പറയാൻ പറ്റില്ല, വായിൽ വെള്ളം വരുന്നു. ചെറിയ ഉള്ളി, പിന്നെ പുളിങ്ങ, പച്ചമുളക്, വെളിച്ചെണ്ണ, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഉടക്കുക. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ഇടാം കേട്ടോ, അല്ലേ? അമ്മ ചവയ്ക്കുന്ന ശബ്ദമുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം. എന്റെയും സ്ലീപ്പ് ടൈം ആണല്ലേ. ഹേയ് ചിങ്കൻ, ഹേയ് ചിങ്കൻ. അപ്പൊ ഞങ്ങൾ ഇനി പാലൊക്കെ കുടിച്ച് പിന്നെ ഉറങ്ങട്ടെ. ആ ഡയപ്പർ മാറ്റിന്റെ അമ്മ പേടിച്ചു പോയി. ഞാൻ കഴിച്ചു. എന്നാ പോയി കഴിക്കുക. ചുണ്ടൻ അപ്പിക്കേസിൽ പൊക്കി.
അല്ല കുട്ടികളെ കൈ മുഖത്തെല്ലാം ഉമ്മയ്ക്കുക, കുട്ടിയുടെ കൈയിന്റെ മുകളിൽ, കാലിന്റെ മുകളിൽ, വയറിന്റെ മുകളിലൊക്കെ ഉമ്മയ്ക്കുക. എടാ സുന്ദരാ, സുന്ദരൻ എപ്പോഴും 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 ഉമ്മച്ച എങ്ങനെയാ അല്ലേ? യുവി കുട്ടി, യുവി ബോയ്, ബോയ് യുവി, യുവി ബോയ്, യുവി ബോയ്. എവിടെ യുവി ബോയ്? കുഞ്ഞുവാവ എവിടെ? കുഞ്ഞുവാവ നമുക്ക് ഉടങ്ങണ്ടേ? ഇപ്പൊ ഉടങ്ങിയാലേ നമുക്ക് 5 മണിക്കെങ്കിലും എണീക്കാൻ പറ്റൂ. കമോൺ. ഉറക്കം കഴിഞ്ഞാണോ എൻ്റെ ദീർഘമായ ഉറക്കം കഴിഞ്ഞ് നീറ്റതാ. ഇനി കുട്ടിച്ച് ഉറക്കമില്ല എപ്പോഴും. ഈ പൊണ്ണു അറ്റ ഒന്നുമില്ല. ഇവയ്ക്ക് നമ്മുടെ ക്യാമറ ഇഷ്ടാണോ? നല്ലോണം നോക്കണ്ടല്ലോ. താല്പര്യം പോരാന്ന്. ക്യാമറ എൻ്റെ മുടിയല്ലോ വെച്ചു മുടഞ്ഞിട്ടുണ്ട്. നല്ല മുടിയുണ്ട്. അടുത്ത വർഷം വിഷ്ണുവിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്ത് മുടി മുറിക്കാൻ വിടണം. ഇവിടെ വെട്ടി കൊടുക്കാൻ മുടി നീ ഇവിടേക്ക് വെക്കണത് ഇവിടെ തെറിച്ചിരിക്കുന്നു. ഇവിടെ എത്തിൻ്റെ വിഷമമുണ്ടോ? ബേബിനെ ഒറ്റയ്ക്കാക്കി പോണ വിഷമുണ്ട്. അച്ഛനും അമ്മയൊക്കെ വേണ്ടവരെ നോക്കണോ? ഏയ് ഞങ്ങള് നോക്കില്ല. ഞാൻ എന്റെ കാര്യം മാത്രം മാറ്റുക, അവനെ കുളിപ്പിക്കുക, അങ്ങനെ സമയത്തിന് ഭക്ഷണം തരുകൊണ്ടും കിട്ടില്ലേണ്ടാവും. അച്ഛനും പിന്നെ അട്ടച്ചായില്ല അവര് വെച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ പോയിട്ട്, അമ്മൻ്റെ ഒരു 3 ആഴ്ചയിൽ പോവും. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 ആഴ്ചയിൽ നമ്മളും പോവും അല്ലേ? 6 ആഴ്ചക്ക് അല്ല, ഇവിടുന്ന് അമ്മ പോയിട്ട് ഒരു 2-3 ആഴ്ചയിൽ നമ്മളും വരും അല്ലേ? അപ്പൊ പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? വെയിലിനെ കാണണ്ടേ? അതിന് എക്സൈറ്റഡ് ആണോ? വെയിൽ കാണാൻ എക്സൈറ്റഡ് ഉണ്ട്. അവന് അതിന്റെ റിയാക്ഷൻ അങ്ങനെ ഉണ്ട് കാണാൻ. നമ്മൾ കാണുമ്പോൾ കുറേ കാലത്തിന് ശേഷം ഓടി വന്നിട്ട് ഒരു റിയാക്ഷൻ തന്നില്ലെങ്കിൽ നമ്മൾ ഡിസപ്പോയിന്റഡ് ആവും. ഞാൻ വിളിക്കുന്നുണ്ട് അവിടെ ചിലപ്പോൾ അച്ഛൻ വലിയ സ്റ്റൈലിൽ ചെല്ലും അങ്ങോട്ട് ആക്കിയ വീട്ടിലേക്ക്. ചിലപ്പോൾ അതവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. അതൊന്നും ഓടി വന്ന് സ്നേഹമൊക്കെ കാണിച്ചിട്ട് തിരിച്ചങ്ങനെ ഓടി പോയി. അച്ഛൻ വലിയ പ്രതീക്ഷയിലാണ് അവൻ പോവില്ല എന്നുള്ളത്. അച്ഛനെ കണ്ടവനല്ല ഓള് അച്ഛനെ കണ്ടാൽ ഇങ്ങോട്ടും പോവില്ല എന്ന് അച്ഛൻ പറയുന്നത്. ഉണ്ടാവില്ല, പ്രതീക്ഷ തെറ്റും. അച്ഛനല്ലേ നോക്കി വലുതാക്കിയിട്ടില്ല. കാര്യമില്ല, അവിടെ അതിനേക്കാൾ രസത്തില് കൂടുതലാണ് അവിടെ. നേരത്തെ പറഞ്ഞില്ലേ ഇവന് DKTP എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഞാനും അച്ഛനും കൂടെ ആയിട്ടാണ് പോയത്. വിഷ്ണുവിന് മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു വന്നില്ല. പക്ഷെ റിയൽ റീസൺ ഇവന് കുത്ത് കിട്ടുന്നത് വിഷ്ണുവിനെ കാണാൻ വയ്യായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് അമ്മയുടെ പാരമ്പര്യം ഉള്ളത് കാരണം ഞാൻ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളുണ്ട്. എനിക്കിങ്ങനെ വിഷമം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും വാക്സിനേഷൻ എടുക്കണം. അപ്പോൾ ഒരു സൂചിയല്ലേ, വലിയ തിരക്കിടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ പോയത്. പിന്നെ ഇവൻ ജനിച്ച ഉടനെ ഇവന് ഗ്ലൂക്കോസിന്റെ കുറവൊക്കെ ഉള്ളതുകൊണ്ട് കുറേ തവണ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും പിന്നെ പ്രിക് ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഒരു 5-6 ദിവസം. പിന്നെ പൊതുവേ ഇവൻ കുറച്ചിങ്ങനെ സഹനം ഉള്ളൊരു ആളാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കരയുന്നതൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ തണുത്ത വെള്ളം വരികയാണെങ്കിലോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് കരയാതെ കുറച്ചൊന്ന് സഹിക്കുന്ന പോലെ തോന്നാറുണ്ട്. ഇപ്പൊ ഞാൻ വെച്ച് വലിയ കരയുന്നുണ്ടായിരിക്കില്ല, കുറച്ച് പെയിൻ ഉണ്ടെങ്കിലും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നലെ അവിടെ എത്തിക്കഴിഞ്ഞ് കളിച്ച് ചിരിച്ച കിടക്കുന്നു. ഡോക്ടറെ അടുത്തൊക്കെ ചിരി കളിയൊക്കെ കഴിഞ്ഞ് കുത്ത് കിട്ടിയപ്പോൾ ആദ്യം ഇതെന്താ കിട്ടിയത് മനസ്സിലായില്ല. പിന്നെ ഒരു വേദനിച്ചൊരു കരച്ചിലായിരുന്നു. ആ ഒരു 5 മിനിറ്റ് എൻ്റെ കിളിയും കുറച്ച് പോയായിരുന്നു കേട്ടോ. എനിക്കും ഭയങ്കര എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു എനിക്കത്ര ഇമ്പാക്റ്റ് ചെയ്യില്ല എന്ന്, കാരണം വാക്സിനേഷൻ എടുക്കാണല്ലോ, എന്തായാലും എടുക്കണം, നല്ലതിനാണല്ലോ. പക്ഷെ അത്ര ഈസി ആയിരുന്നില്ല. ഒരു 5 മിനിറ്റ് എൻ്റെ കിളി പോയി. 5 മിനിറ്റിന് ശേഷം കിളി തിരിച്ചു വന്നു. അമ്മയ്ക്ക് വിഷമം തോന്നിയായിരുന്നു കരഞ്ഞു കേട്ടിട്ട്? കിട്ടണല്ലോ അല്ലേ, വാക്സിൻ കൊടുത്തല്ലേ പറ്റും. അതൊക്കെ ഞാൻ ആലോചിച്ചു. കരഞ്ഞൂന്ന് പറഞ്ഞാൽ വിഷമമൊക്കെ തോന്നി. പക്ഷെ നമ്മൾ നല്ല കാര്യത്തിനാണല്ലോ ചെയ്യുന്നത്. അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനല്ലേ. അസുഖം ഉണ്ടാവണേക്കാൾ നല്ലത് ഒരു ചെറിയ വേദന സഹിക്കല്ലേ. ഈ DKTP നമ്മുടെ നാട്ടിലുള്ളതല്ല, നമ്മുടെ നാട്ടിലെ വാക്സിൻ അല്ലേ ഇവിടെ ഉള്ളത്? അയ്യോ എന്തായിരുന്നു ഇന്നലെ ഞാൻ പഠിച്ചായിരുന്നല്ലോ. P പോളിയോ, K ഉണ്ടായിരുന്നു എന്തോന്ന്. ഞാനത് ഇവിടെ പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും K ഉണ്ട് കേട്ടോ. K അതിൽ ഞാൻ ഇന്നലെ വായിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്താ, പക്ഷെ മറന്നുപോയി. ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. പിന്നെ September 24th ഒരു വാക്സിൻ ഉണ്ട്. അത് കഴിഞ്ഞ് October 20th ഒരു വാക്സിൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പനിക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20th ശേഷം ഒരു 20 to 23 ഒക്കെ ആയിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി നാട്ടിലോട്ട് ട്രാവൽ ചെയ്യാനുള്ള സാധ്യത. ഇങ്ങനത്തെ വൺസിയിൽ കയ്യിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മടക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ദിവസം പെട്ടെന്നൊരു വെളിപാട് പോലെ എനിക്ക് മനസ്സിലായതായിരുന്നു. ഇവിടെ നല്ല തണുപ്പല്ലേ, ഇപ്പൊ പ്രത്യേകിച്ച് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ കാലിന് എന്തായാലും ഇവർക്കൊരു കവറിങ് ഉണ്ട്. അപ്പൊ കൈക്ക് നമുക്ക് രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ ഇത് വേണമെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് അടച്ചു വെക്കാം. ഇപ്പൊ എൻ്റെ കൈ നല്ല തണുപ്പുണ്ട് കേട്ടോ, കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഹീറ്ററൊക്കെ ഇട്ട് തുടങ്ങണം. ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കയ്യിന് ഒരു തണുപ്പ് വന്നിട്ടില്ല, കണ്ടോ? ഷുവറല്ലേ?
യുവിക്ക് ഉറക്കം വന്നാൽ അവൻ തന്നെ പ്ലേമാറ്റിലൊക്കെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി സ്വന്തം കിടന്ന് ഉറങ്ങൂട്ടോ. ഞാൻ പറഞ്ഞില്ലേ പൊതുവേ ഒരു ശാന്തനാണ്. ഞാൻ വിചാരിച്ചിരുന്നത് വിഷ്ണുവിൻ്റെ അതേ സ്വഭാവമാണ്. കാരണം ഇപ്പോഴത്തെ സ്വഭാവമായിട്ടാണല്ലോ ഞാൻ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ വിഷ്ണുവിൻ്റെ അമ്മ പറയുമായിരുന്നു വിഷ്ണു അത്ര ശാന്തനൊന്നും ആയിരുന്നില്ല, ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഇവരുടെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് നമുക്ക് മുഴുവൻ പറയാനൊന്നും പറ്റില്ല. സോ ഫാർ സോ ഗുഡ് അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. സ്വഭാവമല്ല മനുഷ്യൻ്റെ, എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം. ഇവൻ്റെ കൊട പോലെ വിടർന്ന് നിൽക്കുന്ന ചെവി കണ്ടോ, അത് വിഷ്ണുവിൻ്റെ ചെവിയാണ് കേട്ടോ. എൻ്റെ ചായ പൊതുവേ പുള്ളിക്ക് കുറച്ച് കുറവാണ്. അങ്ങനെ പാവം ദേ കിടന്നുറങ്ങി. എന്ത് രസമല്ലേ കുഞ്ഞു മക്കൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നോക്കിയിരിക്കാൻ, ഭയങ്കര നിഷ്കളങ്കത തോന്നും. ഉറങ്ങുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ, പൊതുവേ അവർക്കൊരു ഇന്നസെൻറ്റ് ഫീലാണല്ലോ. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് അത് കുറച്ച് അധികം തോന്നും. ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് എങ്ങനെയാണ് യുബീനെ നോക്കിക്കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള ചെറിയൊരു ഗ്രിപ്പ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്ക് കുറച്ചും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവൻ ഉറങ്ങുന്ന സമയത്തും ഇവൻ കളിക്കുന്ന സമയത്തും ഒക്കെ കുറച്ചും കൂടെ ഒപ്പം എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എനിക്ക് മാത്രമല്ല കേട്ടോ, വിഷ്ണുവിനും അതേപോലെ തന്നെയാണ്. ഇപ്പം ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒരു അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിരിക്കും ഇവൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ പാസ്പോർട്ട് അല്ലെങ്കിൽ RP കാർഡ്, ചെറിയൊരു പനി വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ, അല്ലെങ്കിൽ വാക്സിനേഷൻ, ഈ പറഞ്ഞ പോലെ റെഗുലർ ഗ്രോത്ത് ചെക്കപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇവനെയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരിക്കും. ചില കാര്യങ്ങൾക്കൊക്കെ വിഷ്ണുവിന് വരാതിരിക്കാന്നുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾക്ക് നിർബന്ധമായിട്ട് വിഷ്ണു വരേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ പാസ്പോർട്ടും RP കാർഡും ഒക്കെ പോലെ. അപ്പോൾ അതിനൊക്കെ വേണ്ടി പോകുമ്പോൾ 1-2 മണിക്കൂർ നമ്മൾ ജോലിയിൽ നിന്ന് മാറി നിൽക്കും. അത് കഴിഞ്ഞ് വന്ന് പിന്നെയും ജോലിയിലോട്ട് കയറും. അപ്പോൾ ആ ഒരു ബ്രേക്ക് വന്നതിന് ശേഷം പിന്നെ ജോലിയിലോട്ട് കയറുന്നത് പൊതുവേ വിഷ്ണുവിന് അത്ര താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. കാരണം ഒരു ഫ്ലോ അങ്ങോട്ട് പോകുമെന്ന് പറയും. പക്ഷേ ഇപ്പം അതിനോടൊക്കെ വിഷ്ണു യൂസ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ഈ ഒരു ലൈഫ് സ്റ്റൈലിനോടും ഈ ഒരു പുതിയ കാര്യങ്ങളോടും ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇടയിലൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഭയങ്കര ഡീപ്പ് സ്ലീപ്പിൽ പോകുന്ന സമയത്ത് ഈ ഒരു കട്ടിയുള്ള പുതപ്പുകൊണ്ട് പുതപ്പിക്കാറില്ല കേട്ടോ. കാരണം ഇൻ കേസ് മുഖത്തൊക്കെ വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. ഞാനിപ്പോൾ ചുമ്മാ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പുതപ്പ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹലോ, താഴെ ചായ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എണീറ്റു. യുവീനെ വിഷ്ണു താഴെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനും മെല്ലെ ഇറങ്ങട്ടെ. ഇന്ന് മൊത്തം ഒരു മഴ ദിവസം, മൂടി കെട്ടി നിൽക്കുന്ന ഒരു ദിവസം. പക്ഷെ എനിക്ക് നടക്കാൻ പോകണം. ഞാൻ ഒരു പുതിയ സംഗതി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈവനിങ് യുവിയുടെ പ്ലേ ടൈമാണ് കേട്ടോ. നമ്മളിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡ്സ് ഒക്കെ വെച്ച് ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിപ്പിക്കുക, നമ്മൾ കുറച്ച് നേരം വർത്താനം പറയുന്ന പോലെ കാണിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ചെറിയൊരു പ്ലേ ടൈം. നമ്മൾ പിള്ളേരുടെ മുഖത്ത് നോക്കി വർത്താനം പറയണം എന്നല്ലേ പറയുക. അപ്പോൾ അതേപോലെ അവർ തിരിച്ചിങ്ങോട്ട് ചുണ്ടനക്കുമെന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇപ്പോൾ അവൻ കൂടുതൽ റെസ്പോൺസ് തരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി രസമാണ് അവനായിട്ടുള്ള ഓരോരോ മൊമെൻറ്റ്സും. ഇത് ഇന്നലെ അവൻ്റെ റെഗുലർ ഗ്രോത്ത് ചെക്കപ്പിന് വേണ്ടി പോയപ്പോൾ GGDന്ന് ഡോക്ടർ പറഞ്ഞ കാര്യമായിരുന്നു കേട്ടോ. അവന് ടമ്മി ടൈം കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് ദിവസത്തിൽ ഒരു 5 to 8 മിനിറ്റെങ്കിലും അവനെ വയറിൻ്റെ മുകളിൽ കിടത്തുക, അതായത് കമുത്തി കിടത്തുക. ആ ഒരു സമയത്ത് ഇവരിങ്ങനെ കഴുത്ത് പൊന്തിക്കണം. ആ പൊന്തിക്കുന്ന ഒരു പ്രാക്ടീസിലാണ് ഇവരുടെ ഷോൾഡറിലെ മസിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡെയിലി ഒന്നെങ്കിൽ കൈ താഴെ വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തുണി ചുരുട്ടി ചെസ്റ്റിൻ്റെ പോർഷനിൽ വെച്ചും കൊണ്ട് ഇങ്ങനെ കുറച്ച് കിടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവനിങ് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് യുവിയുടെ റുട്ടീനിൽ വരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം അമ്മേനെയും അച്ഛനെയും വിളിക്കാറുണ്ട്. നേരത്തെ അമ്മമ്മയുടെയും വെല്ലച്ചൻ്റെയും കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് അമ്മയും അച്ഛനും ഭയങ്കര വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഇവനെ കാണാൻ വേണ്ടിയിട്ട്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാട്ടിലെത്തിക്കഴിഞ്ഞ് എല്ലാവരും ഇവനെ ഫസ്റ്റായിട്ട് കാണുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ട്. നടക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു ജാക്കറ്റ് എടുത്താണ്. ജാക്കറ്റ് കണ്ട അമ്മയ്ക്ക് അപ്പോൾ എന്തോ ഒരു ബാധ കയറും. ഓക്കെ ആണോ? എന്തത് കാണിക്കാൻ ഞാൻ കൂടും. ഞാൻ അമ്മയ്ക്ക് ഈ ജാക്കറ്റ് കാണിച്ചു കൊടുത്തില്ല, അത്ര അങ്ങനെ കാണിച്ചിടായിരുന്നു ഇരുന്നിട്ടില്ല. എല്ലാ ജാക്കറ്റും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2.25 മാസമൊക്കെ ആയി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ദിവസം ഒരു 2 കിലോമീറ്റർ വെച്ച് നടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സ്ലോലി നമ്മുടെ വർക്കൗട്ട് പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഒരു 3 മാസമായി കഴിഞ്ഞാൽ എന്നോട് ജിമ്മിൽ പോയിക്കോളാൻ പറഞ്ഞിരിക്കുന്നു ഡോക്ടർ. പക്ഷേ ഭയങ്കര വെയിറ്റ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. ജസ്റ്റ് കാർഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ C-സെക്ഷൻ റിക്കവറിനെ പറ്റിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയൂ എന്നുള്ളത്. ഞാൻ 6 ആഴ്ച അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേക ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. റിക്കവറിക്ക് വേണ്ട രീതിയിൽ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും മീറ്റും ഫിഷും ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ സാധാരണ ഭക്ഷണമല്ലേ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എഗ്ഗ് കഴിക്കുന്നുണ്ടായിരുന്നു ഡെയിലി. പിന്നെ ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഞാൻ ഡെയിലി നടക്കുന്നുണ്ടായിരുന്നു പുറത്ത്. ഒരു 300 മീറ്ററോ 400 മീറ്ററോ 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ അങ്ങനെ സ്ലോ വാക്ക്. കാരണം അത്യാവശ്യം മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ സ്റ്റിച്ചസൊക്കെ നന്നായിട്ട് ഹീലായിട്ട് വരിക. അപ്പോൾ അത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു,
പിന്നെ 6 വീക്സ് ഞാൻ ഒരു വെയിറ്റും എടുക്കുന്നുണ്ടായിരുന്നില്ല യുവിനെ അല്ലാതെ. 6 വീക്സ് കഴിഞ്ഞപ്പോൾ ഞാൻ നിലത്ത് ഇരുന്നും കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. കുനിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴും. നിലത്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ എൻ്റെ മുറിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഹീലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ബോഡിയോട് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുമായിരുന്നു, പുറത്ത് പോകുമായിരുന്നു. കാരണം ഈ ഒരു മെൻ്റൽ ഹെൽത്തും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാരണം കുറച്ച് സോഷ്യലായിട്ടിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. അത്രയ്ക്കേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 2.25 മാസമായി കഴിഞ്ഞപ്പോൾ ഞാൻ റിക്കവർഡ് ആയിക്കുന്നു. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് പെയിനോ ബാക്ക് പെയിനോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. എല്ലാ ദിവസവും യുവിനെയും കൊണ്ട് നടക്കാൻ പോകാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും പോസിബിൾ ആവാറില്ല. പക്ഷെ എന്നാലും മഴയത്തും കാറ്റത്തും വെയിലത്തും ഒക്കെ ചെറുതായി പുറത്തിറക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഈ പറഞ്ഞതുപോലെ കുറച്ച് എല്ലാ കാലാവസ്ഥയോടും എക്സ്പോസ്ഡ് ആകുമ്പോഴാണല്ലോ അവർക്കും ഈ ഒരു ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുറത്ത് അത്യാവശ്യം ഇറക്കാറുണ്ട്. ഇനിയിപ്പോൾ വിൻ്റർ ആണെങ്കിലും ഇന്നലെ GGDയുടെ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞപ്പോൾ അവരതാ പറഞ്ഞ് കുറച്ച് തണുപ്പിനോട് എക്സ്പോസ്ഡ് ആയിട്ട് വളർത്തണം. കാരണം എന്നാലേ ഇവിടുത്തെ ഒരു വെതറിനോട് യൂസ്ഡ് ആവുള്ളൂ എന്ന്. നല്ല കാറ്റുണ്ടോ. ഇവിടെ മരങ്ങളൊക്കെ മാറി തുടങ്ങി കേട്ടോ കളറ്. അപ്പോൾ ഞാനൊരു 2 കിലോമീറ്റർ അത്യാവശ്യം ഫാസ്റ്റായി നടന്ന് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ പോട്ടെ. ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളിലോട്ട് ഗെറ്റ് ബാക്ക് ചെയ്യൽ അത്ര ഈസി പ്രോസസ്സൊന്നും ആയിരുന്നില്ല കേട്ടോ. സമയം എടുത്തിട്ടുണ്ടായിരുന്നു. മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒരു സ്ലോ പ്രോസസ്സ് തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം ഗുഡാവുന്നോ അത്രത്തോളം ഫിസിക്കലി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വന്ന ഒരു വലിയ കാര്യം, എനിക്ക് ഫോണിൽ കൂടെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ തീരെ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടിയൊക്കെ ആയ സമയത്ത് കുറേ ആൾക്കാർ വിളിക്കും, പിന്നെ മോനെ കാണിച്ചു തരാൻ പറയുകയൊക്കെ ചെയ്യുമല്ലോ. പക്ഷെ എനിക്ക് തീരെ ഫോണിലൂടെ സംസാരിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ചുറ്റുള്ള ആൾക്കാരത് മനസ്സിലാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഏകദേശം ഒരു മാസം 1.25 മാസം അൽക്കനെ വിളിച്ചിട്ടേ ഇല്ല കേട്ടോ. അൽക്കന്നെ 1-2 തവണ വിളിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തായിരുന്നു. മെസ്സേജ് ചെയ്യൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വിഷ്ണുവിനായിട്ട് ഡെയിലി കോൺടാക്റ്റ് ഉണ്ടായിരുന്നു, വൈശക് സാർക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോണിൽ കൂടെ സംസാരിക്കാൻ തോന്നുന്നില്ല എന്നുള്ളത് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ടാണ് ഞാൻ റെഗുലറായിട്ട് എല്ലാവരെയും വിളിച്ചു തുടങ്ങുക, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുക എന്നുള്ളൊരു കാര്യത്തേക്ക് എത്തിയത്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഒരു കുഞ്ഞെ ആളെ നമ്മൾ മുഴുവൻ നോക്കുമ്പോൾ നമ്മുടെ കുറേ സമയം അതിൽ പോകുമല്ലോ. അപ്പോൾ ആ സമയവും ആ ഒരു റൊട്ടീനും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് വരാൻ നല്ല സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് രാത്രി ഇവൻ്റെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ തന്നെ നോക്കും, രാവിലെ അമ്മയുടെ ഹെൽപ്പും കൂടെ എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ രാത്രി ഇവൻ്റെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കേട്ടോ. കാരണം ഇപ്പോൾ ഭയങ്കര യൂസ്ഡായി. രാത്രി എണീക്കുന്നതും അവന് പാല് കൊടുക്കുന്നതും പിന്നെ അവൻ ഉറക്കുന്നതും ഒക്കെ. ഇനിയിപ്പോൾ അമ്മയും അച്ഛനും പോകുന്നതോടുകൂടെ രാവിലത്തെ കാര്യങ്ങളും നമ്മൾ മെല്ലെ ചെയ്തു തുടങ്ങണം. അപ്പം 3 ആഴ്ചയും കൂടെ ഉണ്ടല്ലോ അവരിനി പോവാൻ. അപ്പം ഞാനും വിഷ്ണുവും പറയുമായിരുന്നു അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങണം, എന്നാലാണ് അമ്മയും അച്ഛനും പോകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാണുന്ന പുള്ളി എൻ്റെ അയൽവാസിയാണ് കേട്ടോ. എന്തൊരു ശീലൻ ആണെന്നറിയോ. എപ്പോഴും ഫ്രണ്ടും ബാക്കും ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും കാര്യം പണിതുകൊണ്ടിരിക്കുക, എപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്. എനിക്ക് മടി തോന്നുമ്പോൾ ഞാൻ പുള്ളീനെ നോക്കും, എന്നിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഇങ്ങോട്ട് ചെയ്യും. ഒരു മോട്ടിവേഷനാണ് പുള്ളീനെ കാണുമ്പോൾ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. എനിക്ക് കമ്പനി തന്നുകൊണ്ട് അധികം മഴയുടെ ബുദ്ധിമുട്ട് അറിഞ്ഞില്ല. എന്നാലും കുറച്ചൊക്കെ അറിഞ്ഞു കേട്ടോ. ഒരു നിർത്താത്തൊരു മഴ. കഷ്ടി ഒരു 2 കിലോമീറ്റർ നടന്നു. കഷ്ടി. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ നമ്മുടെ പെരിഞ്ജീരകം, ജീരകം, ഉലുവ, പിന്നെന്താ അയമോദകം, അതും കൂടെ ഇട്ടിട്ടുള്ള അടിപൊളി വെള്ളമാണ്. ഇവിടെ അമ്മയും അച്ഛനും പത്തിരി, കട്ടിപ്പത്തിരി, പിന്നെ സ്റ്റൂ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനാണ് കട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് അല്ലേ? ഇന്നലെ അച്ഛൻ മറ്റേ എന്താണ് ഉണ്ടാക്കിയത്? പൊരിച്ച പത്തിരി, നെയ്പത്തൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കട്ടിപ്പത്തിരി. അച്ഛന് വേറൊന്നും ചെയ്യാനായിട്ട് ബോറടിച്ചിട്ട് കുക്കിംഗ് ഭയങ്കര കനത്തിലാണല്ലോ. കുറച്ച് ഓഫീസ് പണികൾ തീർത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടി ഇതേ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ഇവിടെ കടന്ന് കണ്ണു തുറന്നു. ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വിരൽ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൈ ഉണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച നമുക്ക് മനസ്സിലായി അല്ലേ? മുഴുവനായിട്ടുണ്ട് കയറ്റാറിയുള്ളൂ. സോറി ചെയ്തോളൂ. സോറി ചെയ്തോളൂ. ഐ എം സോറി. അത്രേ ഉള്ളൂ. പാവം. നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കടലക്കറി ഇല്ല രാത്രി.
മട്ടൺ സ്റ്റൂ തരില്ല നമുക്കില്ല. മട്ടൺ സ്റ്റൂ ഞാൻ നിർത്തിയതാണ്. മട്ടൺ സ്റ്റൂ അല്ല, മട്ടണെ ഞാൻ നിർത്തിയതാണ്. നിർത്തിയതല്ല, തുടങ്ങിയില്ല. തുടങ്ങിയിട്ടില്ലേ? ഇവിടെ വെച്ചിട്ടുണ്ടോ? ഇല്ല, 1-2 തവണ പറ്റില്ല. എനിക്ക് ഭയങ്കര സ്മെല്ല് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് പെട്ടെന്ന് ഷടയെന്ന് മേലൊഴുകിട്ട് വരാട്ടോ. ഷട പടയെന്ന് കുളിച്ചിട്ട് വരാട്ടോ. ഞാനിപ്പോ അടുപ്പിച്ച് മാറ്റം വരുത്തിയ ഒരു കാര്യം എന്ന് പറയണം, മുന്നേ ഞാൻ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടില്ലേ, കുളിക്കാൻ പോവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറെ തട്ടി തിരിഞ്ഞ് നിന്ന് ആലോചിക്കും, ഇപ്പൊ ചെയ്യണോ അപ്പൊ ചെയ്യണോ, അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ. അതങ്ങോട്ട് ഒഴിവാക്കി ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ടപ്പേന്ന് 2 മിനിറ്റ്സിനുള്ളത് അങ്ങോട്ട് ചെയ്യുക. അപ്പൊ അത് കയറി കഴിഞ്ഞാൽ പിന്നെ ഫ്ലോക്ക് ആയിട്ട് പോയിക്കോളും. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ച് മെല്ലെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഇപ്പൊ ബ്രഷ് ചെയ്യുക, മുടി ചീക്കി കെട്ടുക, ബെഡിൽ വന്നിട്ട് എന്തെങ്കിലും മടക്കി വെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുന്നേ ഒരു 10 മിനിറ്റിലാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഞാനതൊരു 5 മിനിറ്റ് 8 മിനിറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഓരോന്നും കുറച്ച് സമയം സേവ് ചെയ്യാൻ കിട്ടും. ആ സമയം നമുക്ക് വെറുതെ ഇരിക്കും. ഷടയിൽ കുളിച്ചിട്ട് വരെ പ്രഗ്നൻസിക്ക് ശേഷം ചെറുതായിട്ട് സ്കിൻ കെയർ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഡ്യൂറിങ് പ്രഗ്നൻസി എനിക്ക് തോന്നുന്നു ഞാൻ അധികം ആയുർവേദിക് പ്രൊഡക്ട്സ് എന്തെങ്കിലും അതിൻ്റെ ഒപ്പം മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അത്രയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ നയാസിനമൈഡ്, അതേപോലെ മിൽക്ക് ഡ്രോപ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും സ്കിന്നിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്യൂറിങ് പ്രഗ്നൻസി എനിക്ക് അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കഴുത്തിൻ്റെ ബാക്കിലും അണ്ടർ ആംസിലും ഒക്കെ. അപ്പോൾ ഇപ്പോൾ അത് ആക്ച്വലി നല്ല വ്യത്യാസം വരുന്നുണ്ട്. പ്രഗ്നൻസി ടൈമിൽ നമുക്കത് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഡെലിവറി കഴിയുമ്പോഴേക്ക് അത് സ്ലോലി ടൈം എടുത്ത് മാറിപ്പോവും. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പിഗ്മെൻറ്റേഷനും സ്ട്രെച്ച് മാർക്സ് വരാതിരിക്കാനൊക്കെ എന്താ ചെയ്തിട്ടില്ലയെന്ന്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് സ്ട്രെച്ച് മാർക്സ് ഒട്ടും തന്നെ ഇല്ല, പക്ഷേ എന്നാൽ പിഗ്മെൻറ്റേഷൻ എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ പ്രഗ്നൻസിയുടെ ഒരു പാർട്ടിൽ വരുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അത് കഴിയുമ്പോൾ അതിൽ കുറേ വ്യത്യാസം വരും. ഇനിയിപ്പോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടെ ഒരു ബ്യൂട്ടി ആയിട്ട് അങ്ങനെ ബോഡിയിൽ നിൽക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തൽക്കാലം അതൊക്കെ ഉള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഓരോരുത്തർക്ക് ശരിക്കും വേണ്ട കാര്യങ്ങൾ എത്ര ബിസി ആണെങ്കിലും നമ്മൾ ചെയ്യാൻ സമയം കണ്ടെത്തുമെന്ന് പറയില്ലേ, അങ്ങനെയാണ് വിഷ്ണു ക്രിക്കറ്റ് കാണാൻ ഇപ്പോഴും പ്രോപ്പറായിട്ട് സമയം കണ്ടെത്തുന്നത്. പിന്നെ ഇന്ന് രാവിലെ ചെറിയ ടെമ്പറേച്ചറും കാര്യമൊക്കെ ഉള്ളത് കാരണം രാവിലെ യുവീനെ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇപ്പം നമുക്ക് ചെറിയൊരു നനഞ്ഞ തുണി വെച്ച് ബോഡിയൊക്കെ ഒന്ന് ചെറുതായി തുടച്ചെടുക്കാം. നമ്മളിവിടെ ഏത് ഡ്രസ്സ് ഇടുമ്പോഴും ഉള്ളിലതേ ഇങ്ങനെ ഒരു ഇന്നർ ഇടിപ്പിക്കും കേട്ടോ പിള്ളേർക്ക്. അങ്ങനെ ഒരു റോംബർ ഇടിച്ചതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ നമ്മൾ സ്ലീപ്പ് സ്യൂട്ട് ആയാലും അല്ലെങ്കിൽ എന്ത് ഡ്രസ്സാണെങ്കിലും ഇടിക്കുക. ഇനിയിപ്പോൾ വിൻ്ററൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ലെയറിങ്ങും കാര്യങ്ങളും ഒക്കെ പിള്ളേർക്ക് ചെയ്യിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് തുണി നനച്ച് അവനെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. പിന്നെ ഫീഡിങ്ങിന് ശേഷം ഇനി ഞാനും വിഷ്ണുവും കൂടെ ഒന്ന് പോയി ഭക്ഷണം കഴിക്കട്ടെ. ഇന്ന് നമുക്ക് രാത്രി നേരത്തെ കണ്ടതുപോലെ ചട്ടിപ്പത്തിരിയും മട്ടൺ സ്റ്റൂ ആണ് കേട്ടോ. ഞാൻ മട്ടൺ കഴിക്കാത്ത ആളാണെന്നുണ്ടെങ്കിലും സ്റ്റൂവിൻ്റെ മണം കാരണം ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്ന് ഉറക്കം വന്നിട്ട് വയ്യ, ഉറങ്ങാം. ഇനി യുവീനെ ഒന്ന് ഉറക്കട്ടെ, എന്നിട്ട് വേണം നമ്മുടെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാൻ, ബാക്കിയുള്ളത് ചെയ്തു തീർക്കാൻ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ യുവി ഒന്ന് ഉറങ്ങിയതിന് ശേഷമാണ് ഞാനും വിഷ്ണു നമ്മുടെ ജോലിയിൽ രാവിലെകൾ ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് തീർക്കാറ് കേട്ടോ. ഇപ്പം ഞാനാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് നമ്മുടെ വീഡിയോ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എഡിറ്റിംഗ് ഉണ്ടായിരിക്കും ഒരുപാട് ബാക്കി. പിന്നെ എന്താ പറയുക, ഈ പറയുന്ന പോലെ ഇമെയിൽസിന് റിപ്ലൈ ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് രാവിലെ വരുന്നത് രാത്രി ഇരുന്ന് ചെയ്ത് തീർക്കാറുണ്ട്. പക്ഷെ ഒരുപാട് ലേറ്റ് ആവാൻ നിൽക്കാറില്ല കേട്ടോ, കാരണം അടുത്ത ദിവസം രാവിലെ എണീറ്റിട്ടും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. വിഷ്ണു അതേപോലെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് നിർത്തി വെച്ച കാര്യങ്ങൾ രാത്രി ഇരുന്ന് കുറച്ച് നേരം പണിയെടുത്ത് തീർക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള സമയം നഷ്ടപ്പെട്ടു പോകരുതല്ലോ. അതുകൊണ്ട് ചില ദിവസങ്ങൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വെൻസ്ഡേയ്സും സൺഡേയ്സും നമ്മൾ ഒരുമിച്ചിരുന്ന് സിനിമ കാണുക, അല്ലെങ്കിൽ ഇവൻ ഉറങ്ങിയതിന് ശേഷം കുറച്ച് സമയം നമ്മളായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രൈ ചെയ്യാറുണ്ട്. സമയം ഏകദേശം 12-12:30 ആയിട്ടുണ്ട്. വിഷ്ണു ഈ ഒരു സമയമാകുമ്പോൾ കിടക്കും. ഞാനാണ് ഈ ഒരു സമയത്ത് ഫീഡിങ്ങും കാര്യങ്ങളും അതേപോലെ ഡയപ്പർ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവനെ ഉറക്കി ഒന്നും കൂടെ കിടത്തുക. ആ ഒരു സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയതായിട്ട് എണീക്കാറില്ല കേട്ടോ. ആ ഒരു ഉറക്കം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫീഡിങ് ടൈമിൽ വിഷ്ണു എണീറ്റിട്ടാണ് ഫീഡ് ചെയ്യുക. ആ ഒരു സമയത്ത് ഞാൻ എണീറ്റിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാറില്ല, കാരണം അപ്പോഴും കൂടെ ഉറക്കം ബ്രേക്കായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നെങ്കിൽ പമ്പ് ചെയ്ത് വെച്ച മിൽക്ക് ഉണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർമുലയാണ് ആ ഒരു സമയത്ത് ഫീഡ് ചെയ്യാറ്.
ഇത് നമുക്ക് അമ്മു ചേച്ചിയും സഞ്ജേട്ടനും കൂടെ പറഞ്ഞൊരു കാര്യമായിരുന്നു കേട്ടോ. അവരിപ്പോൾ 3 പിള്ളേരെ വളർത്തിയില്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പോൾ പേരൻസിൽ ഓരോരോ ആൾക്കാർക്കും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5-6 മണിക്കൂർ ഉറക്കെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് മാറി എടുക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഷിഫ്റ്റ് ഞാൻ എടുക്കും, അത് കഴിഞ്ഞ് വിഷ്ണു എടുക്കും, അത് കഴിഞ്ഞ് രാവിലെ 6 മണി 6:30 ആകുമ്പോൾ ഞാനാണ് ഇവരെ എണീപ്പിച്ച് പിന്നെ ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനും അവനും കൂടെ കുറച്ച് നേരം ഈ ബെഡിൽ കിടന്ന് ഉറങ്ങും കൂടെ ചെയ്യും. അങ്ങനെ യുവി ബോയ് നല്ല ഉറക്കമായിട്ടുണ്ട്. ഞാനും പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ ലൈഫിനോട് അഡാപ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഇന്നൊന്ന് എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. എനിക്കൊന്ന് കുറച്ചൊരു ചാലഞ്ചിങ് വീഡിയോ ആയിരുന്നു കേട്ടോ. കാരണം യുവീനെ വെച്ചും കൊണ്ടല്ലേ ഇന്നത്തെ ഒരു ദിവസം മൊത്തം ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഒരു പുതിയ കാര്യമായിരുന്നു എങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റുന്നുള്ളത്. വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു, ചെറുതല്ല കുറച്ച് വലുപ്പം കൂടി പോയി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.